SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്നും വിരമിക്കുകയോ മരിക്കുകയോ ചെയ്താൽ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജീവനക്കാരൻ്റെ ക്രെഡിറ്റിലുള്ള EL ആർജിതാവധി ഏൺ ലീവ് ജീവനക്കാരൻ്റെ അപേക്ഷയില്ലാതെ ജീവനക്കാരൻ്റെ ക്രെഡിറ്റിൽ എത്ര എണ്ണം ഉണ്ടോ പരമാവധി 300 വരെ ടെർമിനൽ സറണ്ടറായി അനുവദിക്കും. ഒരു ജീവനക്കാരൻ 1 വർഷം ജോലി ചെയ്താൽ 365 ദിവസം ജോലി ചെയ്താൽ 11 നിരക്കിൽ 33/11 അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരിക. ഇങ്ങനെ ഓരോ വർഷവും ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 33/11 എന്നുള്ള നിരക്കിൽ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് ക്രെഡിറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള ജീവനക്കാരൻ ആദ്യത്തെ 1 വർഷത്തേക്ക് മാത്രം 22/1 എന്ന നിരക്കിലാണ് ഏൺ ലീവ് കിട്ടുക. അതായത് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് മാത്രം 365 ഡിവൈഡഡ് ബൈ 22 16 22 അത് റൗണ്ട് ചെയ്യാം. ഹാഫ് ആൻഡ് എബവ് ഉണ്ടെങ്കിൽ റൗണ്ട് ടു ദ നെക്സ്റ്റ് വൺ എന്നുള്ള ഇക്വേഷൻ അനുസരിച്ച് ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിൽ അദ്ദേഹത്തിന് 17 ഏൺ ലീവേ ലഭിക്കുകയുള്ളൂ. തുടർന്ന് 2ാം വർഷം മുതൽ 1/11 എന്ന നിരക്കിൽ ഓരോ വർഷവും 33/11 ക്രെഡിറ്റിൽ എത്തിച്ചേരുന്നതാണ്. ഇങ്ങനെ 3 വർഷം ഒഫീഷ്യേറ്റിംഗ് നിലവാരത്തിലുള്ള ജീവനക്കാരൻ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റീകാൽക്കുലേഷൻ ജിയോ നമ്പർ 75/2007 27/2/2007 ഇറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം ഒഫീഷ്യേറ്റിംഗിനുള്ള ഒരു ജീവനക്കാരൻ 3 വർഷം സർവീസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് റീകാൽക്കുലേഷന് അർഹതയുണ്ട്. 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1-ാം വർഷം അദ്ദേഹം വാങ്ങിച്ച 365 ഡിവൈഡ് ചെയ്ത് 22 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ 17 വന്നു. എന്നാൽ 365 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 33/11 അദ്ദേഹത്തിന് അർഹമായിട്ടുള്ളത്. 17 കഴിച്ചിട്ട് ബാക്കി 16 11 3 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏൺ ലീവ് അക്കൗണ്ട് കോളത്തിൽ വീണ്ടും അത് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിൻ്റെ അർത്ഥം 1-ാം വർഷം മുതൽ തന്നെ അദ്ദേഹത്തിന് 1/11 എന്നുള്ളതിൻ്റെ എഫക്റ്റ് ലഭിക്കുന്നതാണ് 3 വർഷത്തിന് ശേഷം. റീകാൽക്കുലേഷൻ അങ്ങനെ സർവീസ് ബുക്കിൽ റീകാൽക്കുലേഷൻ റെഡിങ് വെച്ച് എഴുതിയിടുമ്പോൾ ജിയോ നമ്പർ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. GOP നമ്പർ 75/2007, ഡേറ്റ് 27/2/2007. ഇങ്ങനെ ഓരോ വർഷവും ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ജോലി ചെയ്യുന്നതനുസരിച്ച് ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരും. എന്നാൽ ലീവ് എടുക്കുന്ന കാലയളവിന് ഏൺ ലീവ് ലഭിക്കുകയില്ല. ഇങ്ങനെ അക്കൗണ്ടിൽ വരുന്ന ഏൺ ലീവ് 3 തരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1, ഓരോ വർഷവും വേണമെങ്കിൽ പരമാവധി 30 ദിവസം വരെ സറണ്ടർ ചെയ്യാം. സർക്കാരിലേക്ക് വിൽപ്പന നടത്തി തുക കൈപ്പറ്റാം. 2ാമത്തെ മാർഗം എന്ന് വെച്ചാൽ ശമ്പളത്തോടുകൂടി ലീവ് എടുക്കണമെങ്കിൽ അതിൻ്റെ നിയമവശം ഇതാണ്. ഒറ്റ തവണയായിട്ട് അറ്റ് എ ടൈമിൽ മാക്സിമം 180 ദിവസം വരെ ക്രെഡിറ്റിലുണ്ടായിരിക്കണം. പരമാവധി 180 ദിവസം വരെ ഏൺ ലീവായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. 3ാമത്തെ ഓപ്ഷൻ ഇങ്ങനെ 1ാമത്തെ ഓപ്ഷനായ സറണ്ടർ ഇല്ലെങ്കിൽ 2ാമത്തെ ഓപ്ഷനായ ലീവ് എടുക്കൽ, ഇതിനെല്ലാം ശേഷം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും റിട്ടയർമെൻറ്റ് സമയത്തോ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്തോ ഒരു ജീവനക്കാരൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് എത്രയാണോ ഏൺ ലീവ് വരുന്നത് അത് ടെർമിനൽ സറണ്ടറായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ടെർമിനൽ സറണ്ടർ പ്രൊസീഡിങ്സിലൂടെ ഉത്തരവാക്കുന്നത് ജീവനക്കാരൻ്റെ സർവീസ് ബുക്ക് സൂക്ഷിക്കുന്ന ഓഫീസിലെ മേലധികാരിയാണ്. ഗസറ്റഡ് ജീവനക്കാരുടെ അവധിക്കണക്കുകൾ സൂക്ഷിക്കുന്നത്
AG ആയതിനാൽ ഇവരുടെ ടെർമിനൽ സറണ്ടർ ഓതറൈസ്ഡ് ചെയ്ത് സ്ലിപ്പ് നൽകുന്നതും AG ആണ്. സ്പാർക്കിൽ ടെർമിനൽ സറണ്ടർ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് അപ്ഡേറ്റിംഗ് റിട്ടയർമെൻറ്റ് ഇൻ സ്പാർക്ക്, അതായത് ടെർമിനൽ സറണ്ടർ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്പാർക്കിൽ റിട്ടയർമെൻറ്റ് അപ്ഡേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. ഇതിന് ശേഷമാണ് സ്പാർക്കിൽ ടെർമിനൽ സറണ്ടർ ബില്ല് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇതിനായി സ്പാർക്കിൽ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിൽ സബ് ഓപ്ഷനായ ക്ലെയിം എൻട്രി, ആ ക്ലെയിം എൻട്രിയിൽ റെഗുലർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID സെലക്ട് ചെയ്യുക. അപ്പോൾ ക്ലെയിം എൻട്രി വരും. അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, നെയിം ഓഫ് ട്രഷറി, നേച്ചർ ഓഫ് ക്ലെയിം, അവിടെ ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ് എന്ന് എൻ്റർ ചെയ്യുക. DDO കോഡ്, പീരീഡ് ഓഫ് ബില്ല്, ഏത് മാസമാണോ റിട്ടയർ ചെയ്തത് ആ മാസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ കോളത്തിൽ ഡേറ്റ് വന്നോളും. തുടർന്ന് എക്സ്പെൻഡിച്ചർ ഹെഡ്, സാലറി ഹെഡ്, അതിനുശേഷം മോഡ് ഓഫ് പേയ്മെൻറ്റ്, എങ്ങനെയാണ് പേയ്മെൻറ്റ് TSB എന്ന് കൊടുക്കുക, മോഡ് ഓഫ് പേയ്മെൻറ്റ്. അതിനുശേഷം പേയ് ടൈപ്പ് എൻട്രി ചെയ്യുക. തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ വിൽ ബി ഡിസ്പ്ലേഡ് ആസ് ഓൺ ബോക്സ്, ഒരു ബോക്സ് ആയിട്ട് തൊട്ട് താഴെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അവിടെ പെൻ നമ്പർ സെലക്ട് ചെയ്യുക, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ കൊടുക്കുക, ഓതറൈസേഷൻ നമ്പർ ആൻഡ് ഓതറൈസേഷൻ ഡേറ്റ് ചോദിക്കും. അത് ഫോർ ഗസറ്റഡ് ഓഫീസേഴ്സിന് മാത്രമാണ്. നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് അവിടെ ഫില്ല് ചെയ്യേണ്ട. നമ്പർ ഓഫ് ഡേയ്സ് അവിടെ എൻട്രി ചെയ്യുക. എത്ര ദിവസമാണ് ടെർമിനൽ സറണ്ടറിന് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് എൻട്രി ചെയ്യുക. ശ്രദ്ധിക്കുക, സർവീസ് ബുക്ക് വിശദമായിട്ട് സമയമെടുത്ത് പരിശോധിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസമാണ് ജോലി ചെയ്ത ദിവസങ്ങൾക്കാണ് EL കിട്ടുക. അതിനിടയിൽ സർവീസിനിടയിൽ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങളെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്തതാണ് ഏൺ ലീവ്. അങ്ങനെ കാൽക്കുലേഷൻ ക്ലിയർ ആണോ, തെറ്റുകൂടാതെ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണെന്ന് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു പ്രൊസീഡിങ്സ് ഉണ്ട്. ആ പ്രൊസീഡിങ്സ് ആണ് സാങ്ഷൻ ഓർഡർ നമ്പറായിട്ട് കൊടുക്കേണ്ടത്. ഓർഡർ നമ്പർ എൻട്രി ചെയ്യുക, സാങ്ഷൻ ഡേറ്റ് കൊടുക്കുക. ദെൻ എമൗണ്ട് ഓൾറെഡി അവിടെ വരും. അതിൻ്റെ വലതുവശത്ത് ഇൻസേർട്ട് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യുക. ദെൻ സബ്മിറ്റ് ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇത്രയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ. അതിനുശേഷം അപ്രൂവിങ് ടെർമിനൽ സറണ്ടർ ബില്ല്, വീണ്ടും അക്കൗണ്ട്സ്, ക്ലെയിം അപ്രൂവൽ, അതിനുശേഷം ഇടതുവശത്ത് കാണുന്ന ബോക്സിൽ നമ്മുടെ ആ ബില്ല് സെലക്ട് ചെയ്യുക. ഉടനെ ഒരു പേജ് ഡിസ്പ്ലേ ആയിട്ട് വരും. എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് പരിശോധിക്കുക. ഓക്കെ ആണെങ്കിൽ ബോക്സിൽ അപ്രൂവൽ എന്ന് മാത്രം നമ്മൾ എൻട്രി ചെയ്യണം. തെറ്റുണ്ടെങ്കിൽ റിജക്റ്റഡ് എന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തുക. അപ്രൂവലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള അപ്രൂവൽ എന്നുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്ഷനാണ് നമ്മൾ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ റിജക്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്രൂവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് തുടർന്ന് താഴെ കാണാൻ സാധിക്കും. ബിൽ അപ്രൂവൽ സക്സസ്ഫുൾ എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മൾ സാധാരണ ബില്ലുകളൊക്കെ ചെയ്യുന്നത് പോലെ മേക്ക് ബില്ല്, അതിനുശേഷം ഈ സബ്മിഷൻ എന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, സ്പാർക്കിൽ പ്രിൻ്റ് എടുക്കുന്നതിന്, ടെർമിനൽ സറണ്ടർ ബില്ല് എടുക്കുന്നതിന് മേക്ക് ബിൽ പ്രോസസ്സിന് ശേഷം വീണ്ടും അക്കൗണ്ട്സിൽ ബിൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ആ ബിൽസ് എന്നുള്ള ഓപ്ഷനിൽ വ്യൂ പ്രിപ്പയർഡ് കണ്ടിജൻറ്റ് ക്ലെയിംസ്, ലാസ്റ്റ് കിടപ്പുണ്ട്. കണ്ടിജൻറ്റ്
ക്ലെയിംസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഇടതുവശത്തായിട്ട് ബോക്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെടും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ ബില്ല് നമുക്ക് പ്രിൻ്റായിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.